ശിരൂരിനടുത്ത് കാർവാറിൽ പാലം തകർന്ന് പുഴയിൽ വീണ ട്രക്ക് ഉയർത്താൻ ഊർജിത ശ്രമം. മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപ്പയുടെ നേതൃത്വത്തിലാണ് ദൗത്യം. ഈ മാസം 7-നാണ് ദേശീയപാതയിലെ കാളി നദിക്ക് കുറുകെയുള്ള പാലം തകർന്ന് ഓടിക്കൊണ്ടിരിക്കുകയാണ് ട്രക്ക് പുഴയിലേക്ക് വീണത്. അരുൺ പൂപ്പറമ്പ കാർവാറിൽ നെറ്റുമുതി വിവരങ്ങളും ചേരുകയാണ്. അരുൺ, ആ ട്രക്ക് ഉയർത്താനുള്ള ശ്രമം ഏത് ഘട്ടത്തിലാണ്? അഷ്മി, ഷിരൂരിൽ നിന്ന് കൃത്യം പറഞ്ഞാൽ 51 കിലോമീറ്ററാണ് നിലവിൽ ഈ പാലം തകർന്ന് വീണ സ്ഥലത്തുള്ളത്. ഞാനിപ്പോൾ ആ കാളി നദിയുടെ തീരത്താണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഈ കാളി നദിയുടെ തീരത്ത് ഇത് കന്യാകുമാരി പനവയൽ ദേശീയപാതയാണ്. ഈ മാസം 7-ാം തീയതിയാണ് ഈ പാലം തകർന്നു വീണത്. അതിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് ആദ്യം കാണാം. അതായത് ആ ദേശീയപാത കടന്നു പോകുന്ന പാലം അർദ്ധരാത്രി 12:30 തകർന്നു വീണത്. ആ പാലം തകരുന്ന ഘട്ടത്തിലാണ് തമിഴ്നാട് സ്വദേശിയായിട്ട് ഉള്ള ഡ്രൈവർ ഓടിച്ചിരുന്ന ട്രക്ക് ഈ പാലം തകർന്ന ഘട്ടത്തിൽ ഈ കാളി നദിയിലേക്ക് പതിച്ചത്. അത് കഴിഞ്ഞതിന് ശേഷം തൊട്ടു പിന്നാലെ തന്നെ പ്രദേശവാസികൾ ആ ഡ്രൈവറെ രക്ഷിച്ചിരുന്നു. പക്ഷേ അന്ന് ഈ ട്രക്ക് ഉയർത്താൻ സാധിച്ചിരുന്നില്ല. വളരെ ശ്രമകരമായിട്ടുള്ള ദൗത്യമാണ്. ഉത്തര കന്നഡ ജില്ലയിൽ തന്നെ ആണ് ഈ ഒരു പ്രദേശവും കൂടി ഉള്ളത്. ശക്തമായിട്ടുള്ള മഴയും പ്രതികൂലമായിട്ടുള്ള കാലാവസ്ഥ ഇവിടുത്തെ രക്ഷാദൗത്യത്തെയും ബാധിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ മഴ മാറി നിലവിൽ പുഴയിലെ അടിയൊഴുക്ക് ഉൾപ്പെടെ മാറിയ ഘട്ടത്തിലാണ് നിലവിൽ ഇപ്പോൾ ദൗത്യം വീണ്ടും ആരംഭിച്ചിട്ടുള്ളത്. നമ്മൾ ആ ദൃശ്യം കാണാം. കുറച്ചുകൂടി സൂം ചെയ്താൽ ആ ഭാഗത്താണ് നിലവിൽ ഇപ്പോൾ ആ റോപ്പ് കെട്ടിയിട്ടുള്ള ഭാഗത്താണ് ഈ നിലവിൽ ഈ ട്രക്ക് വീണത്. അവിടെ നിന്ന് ഇപ്പോൾ ദൃശ്യങ്ങളിൽ ഇങ്ങോട്ട് കാണിച്ചാൽ ഇപ്പോൾ നിലവിൽ ഇപ്പോൾ റോപ്പ് ഉപയോഗിച്ച്, അതായത് ഇരുമ്പ് വടം ഉപയോഗിച്ച് കരയിൽ 4 ക്രെയിനുകൾ സജ്ജീകരിച്ച് ഇരുമ്പ് വടം അതിൽ ഹുക്ക് ചെയ്തുകൊണ്ട് നദിയുടെ അടിയിലൂടെയാണ് നിലവിൽ ഇപ്പോൾ ഇത് വലിച്ച് കരക്കോട്ട് അടുപ്പിക്കുന്നത്. ആ ദൗത്യമാണ് നിലവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ദൗത്യം ഇപ്പോൾ ഏകദേശം ഒരു 30 മിനിറ്റായി ഈ റോപ്പ് കെട്ടിയതിന് ശേഷം ഇപ്പോൾ ഇത് ഈ പുഴയുടെ അടിയിലൂടെ ഇത് ഇങ്ങോട്ട് കരക്കേക്ക് അടുപ്പിക്കുകയാണ്. വളരെ ശ്രമകരമായിട്ടുള്ള ദൗത്യമാണ്. ഈശ്വർ മാൽപ്പ ഉൾപ്പെടെയുള്ള സംഘമാണ് നിലവിൽ ഇപ്പോൾ ഈ ദൗത്യത്തിന് നേതൃത്വം നൽകുന്നത്. NDRF, SDRF ഉൾപ്പെടെയുള്ള സംഘം ഇതിലുണ്ട്. നമുക്ക് അതൊരു അല്പസമയത്തിനകം തന്നെ ഈ ട്രക്ക് കരയിലേക്ക് അടുക്കും എന്നതാണ് ഇവിടുന്ന് പറയുന്നത്. നിലവിൽ ഇപ്പോൾ വലിയ ഭാരമുള്ള ട്രക്ക് 4 ക്രെയിനുകൾ ഉപയോഗിച്ചുകൊണ്ട് അതിൽ ഇരുമ്പ് വടം കെട്ടി പുഴയുടെ അടിയിലൂടെ കരക്കേക്ക് എത്തിക്കുന്ന ദൗത്യമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വളരെ ശ്രമകരമായിട്ടുള്ള ദൗത്യം. അതിനും ഈശ്വർ മാൽപ്പ ഉൾപ്പെടെ നേതൃത്വം നൽകുന്നു എന്നുള്ളതും പ്രധാനപ്പെട്ടതാണ്. നമുക്ക് ആ റോപ്പ് കാണാം. ആ റോപ്പ് ഇരുമ്പ് വടത്തിന് അത് താഴെ നദിയുടെ അടിയിലേക്കാണ് നിലവിൽ ഇപ്പോൾ ട്രക്ക് ഉള്ളത്. അത് വളരെ സൂക്ഷ്മമായി വളരെ ശ്രദ്ധിച്ചുകൊണ്ടാണ് നിലവിൽ കരയിലേക്ക് അടുപ്പിക്കുന്ന ദൗത്യം അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ട്രക്ക് കരയിലേക്ക് അടുക്കുമെന്നാണ് നിലവിൽ ഇപ്പോൾ ഇതിൻ്റെ ഏകദേശം 50% ദൗത്യം വിജയകരമായിട്ടുണ്ട് എന്നതാണ് ഇവിടുന്ന് രക്ഷാദൗത്യത്തിൽ ഏർപ്പെട്ടിട്ടുള്ളവർ പറയുന്നത്. ആദ്യം നിലവിൽ ഇപ്പോൾ 2 ബോട്ടുകളിലായി ദൗത്യ സംഘത്തിലുള്ളവർ അവിടെ എത്തി വളരെ ശ്രമകരമായി രാവിലെ തന്നെ ഈ റോപ്പ് ഹുക്ക് ചെയ്തു. ഈ ട്രക്കിൽ ഇരുമ്പ് വടം ഉപയോഗിച്ചുള്ള റോപ്പ് ഹുക്ക് ചെയ്തു. അതിനുശേഷമാണ് ഈ ക്രെയിൻ ഉപയോഗിച്ച് നിലവിൽ ഇപ്പോൾ ഇത് കരക്കേക്ക് അടുപ്പിക്കുന്ന ദൗത്യമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഷിരൂരിൽ നിന്ന് 51 കിലോമീറ്റർ അകലെയാണ് ഈ സംഭവം നടക്കുന്നത്. ഷിരൂരിൽ ഉണ്ടായിരുന്ന രക്ഷാദൗത്യത്തിൽ ഉൾപ്പെട്ടവർ തന്നെയാണ് ഇവിടെയും ഈ ദൗത്യത്തിന് നേതൃത്വം നൽകുന്നത് എന്നതാണ് മറ്റൊരു പ്രത്യേകത. പ്രതികൂലമായിട്ടുള്ള കാലാവസ്ഥ ഷിരൂരിലെ ദൗത്യത്തെ പോലെ തന്നെ ഇവിടെയും ബാധിച്ചിരുന്നു. അതാണ് ഈ ദൗത്യം വൈകാനുള്ള കാരണം അതാണ്. നിലവിൽ ഇപ്പോൾ അനുകൂലമായിട്ടുള്ളൊരു കാലാവസ്ഥ ഉണ്ടായപ്പോൾ നിലവിൽ ഇപ്പോൾ ഈ ദൗത്യം വീണ്ടും ആരംഭിക്കുകയും നിലവിൽ ഇപ്പോൾ അത് പൂർത്തീകരിക്കുന്ന ഒരു ഘട്ടത്തിലാണ്. 50% അത് വിജയിച്ചു കഴിഞ്ഞു എന്നതാണ് നിലവിൽ ഇപ്പോൾ നമുക്ക് ഇവിടുന്ന് ലഭിക്കുന്ന വിവരം. നമുക്കൊന്നും കൂടെ ആ പാലത്തിൻ്റെ ദൃശ്യങ്ങൾ കാണിച്ചാൽ, അതായത് കന്യാകുമാരി പനവയൽ ദേശീയ പാതയാണ്. ആ പാത കടന്നു പോകുന്ന പാലമാണ്. ആ പാലം ആണ് ഈ മാസം 7-ാം തീയതി അർദ്ധരാത്രി 12 മണിയോടെ തകർന്നു വീണത്. അതിന് തൊട്ടിപ്പുറം അതിൻ്റെ ഒരു പുതിയ പാലം കൂടി നമുക്ക് കാണാം. പഴയ പാലമാണ്. 1983-ൽ നിർമ്മിച്ച പാലമാണ് തകർന്നത്. അത് അല്പം കൂടി സൂം ചെയ്താൽ നമുക്ക് ആ ദൃശ്യങ്ങൾ വ്യക്തമായി തകർന്ന പാലം കാണാം എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ പാലമാണ് തകർന്നു വന്നത്. ആ ഘട്ടത്തിലാണ് തമിഴ്നാട് സ്വദേശി ഓടിച്ചിരുന്ന ട്രക്ക് നിലവിൽ ഈ പുഴയിലേക്ക് പതിച്ചത്. നിലവിൽ എന്തായാലും ദൗത്യം തുടരുകയാണ്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ക്രെയിൻ ഉപയോഗിച്ചുകൊണ്ട് ഇരുമ്പ് വടം കെട്ടി അതിൽ ഹുക്ക് ചെയ്ത് നദിക്ക് അടിയിലൂടെ വലിച്ച് വളരെ സൂക്ഷ്മം വലിച്ച്
കരയ്ക്ക് കടുപ്പിക്കുന്നതാണ്. അത് അല്പം ഒന്ന് വലിച്ചതിന് ശേഷം അവർ അല്പം സമയമെടുക്കും. അത് വീണ്ടും അതിന്റെ ഒരു സ്ഥിതി നിരീക്ഷിച്ചതിന് ശേഷം വീണ്ടും ആ ക്രെയിൻ ഉപയോഗിച്ച് കാർവാറിൽ നിന്ന് അരുൺ പൂപ്പുറം വിവരങ്ങൾ നൽകുകയായിരുന്നു. പറഞ്ഞാൽ ഈ കാണുന്ന ക്രെയിനിൽ നിന്ന് ഇരുമ്പ് കമ്പി ഉപയോഗിച്ച് താഴെ ഒരു ലോറിയുണ്ട്. ആ ലോറി പുറത്തേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ്. ഒരു പക്ഷേ നമ്മുടെ അർജുൻ ഉണ്ടായിരുന്ന ലോറി അവിടെ ഉണ്ടെന്ന് കണ്ടെത്തിയാലും ചെയ്യുന്ന രീതി അത് തന്നെയാകും. പക്ഷേ ആ ലോറി പ്രശ്നം അതിൻ്റെ മുകളിൽ കുന്നുകൂടി കിടക്കുന്ന മൺകൂനയാണ്. ആ മൺകൂന മാത്രമേ അത് വിസിബിൾ ആവുകയുള്ളൂ. ഇതിപ്പോൾ മണ്ണിൻ്റെ പ്രശ്നമില്ലാത്തതുകൊണ്ടാണ് ആ ലോറി പെട്ടെന്ന് ഉയർത്തെടുക്കാൻ കഴിയുന്നത്. സുലൈമാൻ അബ്ദുൽ ഖാദർ പറയുന്നു, ആഷ്മി ഇത്തരം സീനുകളൊന്നും പ്രേക്ഷകർക്ക് താങ്ങാൻ സാധിക്കില്ല. പ്രേക്ഷകരെ ഞങ്ങളെല്ലാം കരയിച്ചു കളഞ്ഞല്ലോ എന്ന് പറഞ്ഞാൽ നൗഫലിൻ്റെ ആ മകനെക്കുറിച്ചുള്ള ഓർമ്മകൾ ആണ് എല്ലാവർക്കും സങ്കടം വരുന്നതാണ്. അത് വാർത്തയിലൂടെ കാണുമ്പോൾ പ്രേക്ഷകർക്ക് അത്ര സങ്കടം ഉണ്ടാകുന്നുണ്ടെങ്കിൽ നൗഫലിൻ്റെ വേദന, അത് നേരിട്ട് കണ്ടു നിന്നവരുടെ വേദന, രക്ഷാപ്രവർത്തകരുടെ വേദന, ഞങ്ങളെപ്പോലുള്ള അവിടെ പോയി റിപ്പോർട്ട് ചെയ്ത് നേരിൽ കണ്ട് റിപ്പോർട്ട് ചെയ്ത മാധ്യമപ്രവർത്തകരുടെ വേദനയൊക്കെ സമാനതകളില്ലാത്ത വലിയ വേദനയാണ്. എന്ത് ചെയ്യാം, നമ്മുടെ കാലത്തിൻ്റെ സങ്കടം.